ബോച്ചെ, യെസ്, ABC മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. വളരെ സന്തോഷം. ഒരുപാട് കാലമായിട്ട് ബോച്ചെ നമ്മുടെ ഫ്ലോറിൽ പ്രതീക്ഷിച്ചാണ്. കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് ഡയറക്റ്റായിട്ടൊരു കാര്യം ചോദിക്കാം. ഈ പണ്ട് നമ്മുടെ ഈ ചേകവന്മാരുടെയൊക്കെ കാലത്ത് അംഗം കുറിക്കും. ബോച്ചെ ഒരു അംഗം കുറിച്ചിരിക്കുകയാണെന്ന് കേട്ടോ, ജൂലൈ 5-ാം തീയതി. അതെ അതെ അതെ, ഒരു ചാനലുമായിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ്, ഇപ്പോൾ ബോച്ചെ കിട്ടിയതുകൊണ്ട് കൈയോടെ നേരിട്ട് ചോദിക്കാം, കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ബോച്ചെ പേടിച്ച് പിന്മാറി ഒരു സംവാദ യുദ്ധത്തിൽ നിന്ന് എന്ന് പറയുന്നു, ശരിയാണോ? അങ്ങനെ ഒരു ആഗ്രഹം ആൾക്ക് ഉണ്ടാവുമായിരിക്കാം. വേണമെങ്കിൽ മിസ്റ്റർ സാജൻ സ്കറിയെ കുറിച്ചിട്ടാണല്ലോ മറുനാട്. അങ്ങനെ പിന്മാറണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ചവനാണ്. നമുക്കൊരൊറ്റ തന്ത, ഒറ്റ വാക്ക് അല്ലേ, ഏക്കി ബാത്ത് ഏക്കി ബാപ്പ്, അങ്ങനെയാണ് നമ്മുടെ ശീലം. അപ്പം അങ്ങനെ പേടിച്ച് പിന്മാറിയ ചരിത്രം നമുക്കില്ല ആണ്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സാജനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ബോച്ചയെക്കുറിച്ചും എൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന്. അതിന് ഒരു 35 വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയത് ഞാൻ അതിന് മറുപടിയുമായിട്ട് ഇത് വ്യാജ വാർത്തയാണെന്ന് തെളിയിക്കാൻ ഉള്ള രേഖകളുമായി തിരുവനന്തപുരത്ത് സാജൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഞാൻ വരാം എന്ന് പറയണ്ടായി. ഒരു വെല്ലുവിളിയായിരുന്നു. ഞാനാണ് വെല്ലുവിളിച്ചത്, അദ്ദേഹം തിരിച്ചാണ് പറയുന്നത്. ഇപ്പൊ തിരിച്ചാണ് പലതും പറയുന്നത്. ഇപ്പോൾ നേരെ കഥ മാറി. അപ്പോൾ ഞാൻ വെല്ലുവിളിച്ചു. എന്നിട്ട് അതിൽ കുറച്ച് ചോദ്യങ്ങൾ, കാരണം ഇത് നോക്കുമ്പോൾ എനിക്ക് തോന്നണ ഒരു ദിവസം മതിയാവില്ലായിരുന്നാൽ. അപ്പം ഞാനിത് ഈ 35 വ്യാജ വാർത്തകൾ 4 എപ്പിസോഡാക്കി മാറ്റി. ആദ്യത്തെ എപ്പിസോഡ് ഏകദേശം ഒരു മണിക്കൂറിന് വരാവുന്ന സംഭവമാണ്. ഒക്കെ ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ. എന്നിട്ടും ഞാൻ പറഞ്ഞു, ഈ വ്യാജ വാർത്തകളാണ് എന്ന് ഞാൻ തെളിയിക്കുകയാണെങ്കിൽ സാജൻ ഈ വ്യാജ വാർത്താ പ്രസ്ഥാനം അടച്ചു പൂട്ടുമോ എന്നാണ് ചോദ്യം. മറുനാടൻ മലയാളി പൂട്ടുമോ? മറുനാടൻ മലയാളി പൂട്ടുമോ എന്ന്. അപ്പോൾ അദ്ദേഹം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി ഇട്ടു, പൂട്ടണോ? ഞാൻ വ്യാജ വാർത്തയാണെന്ന് ഞാൻ തെളിയിച്ചാൽ പൂട്ടണം. പക്ഷെ അത് പൂട്ടണോ? അത് കുറച്ച് അക്രമമല്ലേ? പകരം ഞാൻ മാപ്പ് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഇട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി അദ്ദേഹം പൂട്ടുകയാണെങ്കിൽ, പൂട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ ഞാൻ പൂട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം നിങ്ങളുടെ അടുത്താണ് വന്നത്, വേറെ ആവശ്യത്തിന് വന്നപ്പോൾ ഇതോടുകൂടി അത് തരികയാണ്. എൻ്റെ സാധനം വരാൻ പോകണുള്ളൂ. എന്തായാലും ആ മറുപടി ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ പറയാം, കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനം ഞാൻ അടച്ചു പൂട്ടും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒറ്റ തന്തയുള്ളൂ, ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരം ഒന്നാണ് എന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു അന്തസ്സ് എനിക്കുണ്ടല്ലോ. ഒരാൾ വെല്ലുവിളിക്കുമ്പോൾ ഒരു നിലവാരമുള്ള കേസുകളെ എടുക്കാറുള്ളൂ. പക്ഷേ സാജൻ ഒരു നിലവാരമില്ലാത്ത കാര്യം പറഞ്ഞ അടച്ചു പൂട്ടോ എന്ന് ചോദിക്കുമ്പോൾ മാപ്പ് പറഞ്ഞാൽ പോരെ എന്നാണ് പറയുന്നത്. സാജന് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നെനിക്കറിയാം. ഒരുപാട് സ്ഥലത്ത് കരഞ്ഞു കാല് പിടിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതും എയർപോർട്ടിൽ അടി കിട്ടാൻ പോകുന്നതും തുടങ്ങി ഒരു പിടി സംഭവങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല. ആളുടെ ഭാര്യ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പറ്റിച്ചതും പല ഇടപാടുകൾ, ആളുടെ ബ്രദറുണ്ട്, ഫാദർ, ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആരോപണങ്ങൾ. ഇതൊക്കെ വെറുതെ പറയാണോ? ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും തെളിവുകൾ ബോച്ചടയിലുണ്ടോ? ഇതൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നു. ന്യൂസ് വന്നതാണ് പല പ്രാവശ്യം എന്നുള്ളത്. അപ്പോൾ ആ ന്യൂസുകളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാമല്ലോ, സാജൻ അത് പ്രൂവ് ചെയ്യണ്ടേ? ഇതിങ്ങനെയല്ല, അതിങ്ങനെയാണ്. അല്ലെ സാജൻ ഇന്ത്യയും മറ്റ് രാജ്യവുമായിട്ട് സാമ്പത്തിക മേഖലകളിൽ
പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു, ഇവിടുത്തെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ആളുടെ സ്റ്റുഡിയോയിലും ചിലവരെ എനിക്ക് അറിയാം, സ്റ്റാഫുകളല്ലേ, ചിലവരൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പല സഹായങ്ങളൊക്കെ ചെയ്തവരുണ്ട്. അപ്പോൾ പലരും പറയുന്നതാണ്, ചോദിക്കാമല്ലോ, കേൾക്കുന്ന അദ്ദേഹത്തിനോട്, അയാളല്ലേ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇപ്പോൾ വീടുണ്ട്, സ്ഥലമുണ്ട്, അവിടെ സെറ്റപ്പ് ഉണ്ട്, ഇവിടെ സെറ്റപ്പ് ഉണ്ട്, ഇതുണ്ട്, വരുമാനങ്ങളുണ്ട്, പൈസ കണക്കിൽ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രാജ്യത്തിലുള്ള കാര്യങ്ങൾ, ട്രസ്റ്റ് ഉണ്ട്, പലതും കേൾക്കുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും അവിടെ ചോദിക്കുന്നില്ല, കുറച്ച് എന്തെങ്കിലും അവിടെ ചോദിക്കാൻ രേഖകൾ പോവോ പിന്നെ പോവില്ല, പിന്നെ അല്ലെങ്കിൽ എന്ത് കാര്യവും. പക്ഷേ അദ്ദേഹം ഒരു ട്വിസ്റ്റ് നടത്തിയത് എന്താണെന്ന് വെച്ചാൽ വാദിയെ പ്രതിയാക്കാൻ നോക്കുക. ഇതിൽ ഒന്ന്, ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത് അങ്ങോട്ട് വരുന്നുണ്ടെന്നും അത് ലൈവ് ചെയ്യണമെന്നും, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ എന്ന്. ലൈവ് ചെയ്യണമെന്ന് ഞാനാ പറയണേ. അതിപ്പോൾ എൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ എൻ്റെ സീൻ എടുത്തിടും ഞാൻ പറയണത്. അപ്പോൾ ആള് പറയുന്നത് ഞാൻ ലൈവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ബോച്ചെ പേടിച്ചോടും എന്നാണ് തോന്നുന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനാണ് ലൈവ് ചോദിച്ചത്, ഞാനാണ് അങ്ങോട്ട് വന്ന് തെളിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ നേരെ തിരിച്ചിട്ടിട്ട് അതൊരു സൈക്കോളജിക്കൽ, അതൊക്കെ ഷാജൻ വെല്ലുവിളിച്ച പോലെയായി, കാണുന്നവര് സാജൻ വെല്ലുവിളിച്ച പോലെ. അപ്പൊ ആരാണ് ആദ്യം വെല്ലുവിളിച്ചതെന്നുള്ള സീനും ലൈവ് ആവശ്യപ്പെട്ടതും ആരാണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ സഹിതം ഇടണം. അല്ല, ഈ പറഞ്ഞതിന് എനിക്ക് ക്ലിയർ ആയത് എന്താണെന്നറിയോ, അങ്ങ് വെല്ലുവിളിച്ചു, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് ചോദിക്കാനുണ്ടെന്നാണ് ഷാജനോട് പറഞ്ഞത്. ഇപ്പൊ ഷാജൻ പറയുന്നത് ഷാജന് ചോദിക്കാനുണ്ട്. ഇപ്പൊ തിരിച്ചാണ്, ഞാൻ ചോദിക്കും, ബോച്ചെ മറുപടി പറയുന്നതാണ് പറയുന്നത്. വളച്ചൊടിച്ചു. ഞാൻ അങ്ങനെയല്ലല്ലോ വേണ്ടേ. കുറെ വർഷങ്ങളായി വ്യാജ വാർത്തകൾ എനിക്കും മിസ്റ്റർ യൂസഫ് അലി തൊട്ട് ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ മോശമായാണ് പറയുന്നത്. എന്താണ് ആക്രമിക്കുന്നത്? അപ്പോ 35 ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിരത്താൻ പോകുന്നത്, 4 എപ്പിസോഡായിട്ട്. അപ്പൊ ഞാനാണ് എനിക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച സാജൻ ഇത് വ്യാജവാർത്തയാണെന്ന് രേഖാസഹിതം ഞാൻ അവിടെ വന്ന് തെളിയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനാണ് തെളിയിക്കാൻ അങ്ങോട്ട് വന്ന് വെല്ലുവിളിക്കുന്നത്. അപ്പൊ ഞാനാണ് ആദ്യം തെളിയിക്കേണ്ടത്. ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെയാണ്, ഞാനാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്, ഞാനാണ് വരുന്നത് രേഖകളുമായിട്ട്. അത് കഴിഞ്ഞാൽ 4 എപ്പിസോഡും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ആദ്യത്തെ എപ്പിസോഡ് ഞാനാണ് ആവശ്യപ്പെട്ടതും ചോദ്യങ്ങളും രേഖകളുമായിട്ട് വരുന്നത്. സാജന് ഇനിയും പറയാലോ, അത് ഇത്രയും വർഷം വ്യാജവാർത്ത കഴിയുന്നു, ഇനി തുടർന്നും വ്യാജവാർത്ത തന്നെയല്ലേ, അതുകൊണ്ട് ഹറി പിടിക്കണ്ട. ഈ പറഞ്ഞോടത്തോളം വ്യാജവാർത്ത ഞാൻ തെളിയിച്ചിട്ട് പോരെ, ഇനി വ്യാജവാർത്ത പിന്നെ അടുത്ത വ്യാജവാർത്ത വേണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. ഇത് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് വ്യാജമാണെങ്കിൽ രേഖാമൂലം നിങ്ങൾ അടച്ച് താക്കോല് തരുന്നു പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അധികം ചോദിക്കേണ്ടി വരില്ല, അധികം വ്യാജ പ്രചരണം നടത്തേണ്ടി വരില്ല. അതുകൊണ്ട് ഈ വ്യാജ പ്രചരണ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറുണ്ടെങ്കിൽ വരാം, രേഖകളുമായിട്ട് വരാൻ. നിങ്ങൾ അത് തിരിച്ച് എന്നോട് ചോദിക്കാനല്ല, എന്നോട് ഇത്രയും കാലം ചോദിച്ചു, അത് തെളിയിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത വ്യാജ വാർത്ത നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് എൻ്റെ. അപ്പൊ ആ സൈക്കോളജിക്കലായിട്ട് തിരിച്ചും മറിച്ചിട്ടാണ്. അത് പിന്നെ ആളുടെ ഉപജീവനാണ്, ആൾക്കറിയാവുന്ന പണിയാണ് വ്യാജവാർത്ത ഉണ്ടാക്കുക. 40-40 ചാനലുകളുണ്ട്, 50 ലക്ഷം 1 കോടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു സ്കീമും കൂടെ വെച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനം അടച്ചു പൂട്ടിയാൽ അവിടെയുള്ള ഒരുപാട് പേർക്ക് ജോലി പോവും, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സ്കീമും കൂടെ ഉണ്ട്. സാജൻ അടച്ച് അന്ന് തന്നെ താക്കോല് തരികയാണെങ്കിൽ, സാജൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം, അവരുടെ ജോലി പോകരുത്. ഈ പ്രസ്ഥാനം വ്യാജവാർത്തയില്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞാൻ നടത്താം, അന്തസ്സായിട്ട് നടത്തി കാണിക്കാം. എന്നിട്ട് ഈ കിട്ടുന്ന 10-50 ലക്ഷമൊക്കെ കിട്ടുമ്പോൾ ആ 25 ലക്ഷം പകുതി ഈ സ്റ്റാഫുകൾക്ക് ആനുകൂല്യമായിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ സാലറി മാത്രമല്ല, ഇൻസെൻറ്റീവ് മാത്രമല്ല, നന്നായിട്ട് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കും. അപ്പം 50 ലക്ഷം കിട്ടി 25 ലക്ഷം സ്റ്റാഫിന് കൊടുക്കാം, അല്ലെ അവരുടെ സാലറി ഡബിൾ ആക്കാം. അവർക്ക് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കട്ടെ. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ വ്യാജ വാർത്തകൾ മാറ്റി നല്ല വാർത്തകളാക്കും. ബാക്കി 50% പാവങ്ങൾക്ക് കൊടുക്കാം. കൊള്ളാലോ. എനിക്ക് 10 പൈസ വേണ്ട. എനിക്കൊരു വ്യാജ വാർത്ത പ്രസ്ഥാനം നല്ലൊരു സ്ഥാപനമാക്കി മാറ്റുക,
ഒരുപാട് പേർക്ക് തൊഴിലാണ്, നാടിന് സത്യസന്ധമായ വാർത്തകൾ അറിയാം. അല്ലാണ്ട് ഈ 10-40 ചാനലുകൾ നടത്തിയിട്ട് പലതിലും ഐശ്വര്യറായി ഇതാണ്, മകളെ കണ്ടില്ലേ, മറ്റേ കണ്ടില്ലേ, ചാനൽ അറിയപ്പെടുന്നതും സാജന്റെ അന്ന് അല്ലാത്ത ചാനലുകൾ ആളുടെ അല്ലാത്ത രീതിയിൽ വേറെ ബ്രാൻഡിലൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നു. ഇതൊക്കെ ഞാൻ ചോദിക്കാം, പറ്റുകയാണെങ്കിൽ ആളുടെ സ്റ്റാഫുകളിലെ ചിലവരവിടെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരാം. അപ്പൊ ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. ഇനി ആള് പറഞ്ഞോട്ടെ, അയ്യോ ഈ 40 ചാനലും എൻ്റെ അല്ല, ഇത് ഇങ്ങനെയല്ല, ഞാൻ സാമ്പത്തിക രാജ്യങ്ങളുടെ ഇടയിൽ സാമ്പത്തിക ഇത് നടത്തിയിട്ടില്ല, മറ്റേ ചെയ്തിട്ടില്ല, മറിച്ചേ ചെയ്തിട്ടില്ല, ആള് തെളിയിച്ചോട്ടെ. അതിനടുത്ത എപ്പിസോഡ് അവസരം കൊടുക്കാമല്ലോ നമുക്ക്. ആദ്യത്തെ ഞാൻ ചോദിച്ചു, നമ്മൾ വെല്ലുവിളിച്ചു, അത് എനിക്ക് തരണം. അവിടെ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഇതാണ്. കാരണം അത് ന്യായമായും അർഹതപ്പെട്ടു, ബോച്ചയ്ക്ക് അവകാശപ്പെട്ട ആളാണ് എനിക്കെതിരെ വ്യാജപ്രവർത്തനം. ഞാനാണ് ചോദിച്ചത്, ഞാനെ വെല്ലുവിളിച്ചത്. തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കണത്, എന്റെ സ്ഥാപനത്തെ കുറിച്ചും. നിങ്ങൾ എന്താണ് എന്നിൽ കാണുന്നത്? ഞാൻ ഒരാളെ പറ്റിച്ചിട്ടുണ്ടോ, വെട്ടിച്ചിട്ടുണ്ടോ, എന്റെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആരുടെയെങ്കിലും മുതൽ കിട്ടാതിരുന്നിട്ടുണ്ടോ ഈ 34 വർഷമായിട്ട്? ഞാൻ പ്രോമിസ് ചെയ്ത ലാഭം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. കൊച്ചു ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെ. ഈ ഷാജനുമായി പരസ്യമായിട്ടാണ്, ഏതായാലും സ്വകാര്യം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കാം. എന്താണ് ഷാജനുമായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം? ഞാൻ ഈ ഓട്ടം ഒരു 10 വർഷം മുമ്പാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ റോട്ടിക്കോടെ 812 കിലോമീറ്റർ ഓടി. അന്ന് എന്നെ വാനോളം പുകഴ്ത്തി എഴുതിയിരുന്നു എന്നെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞ് എന്നെയും സിനിമാ നടൻ സുരാജിനെയും UK-ലെ ഓൺലൈൻ്റെ ഉദ്ഘാടനമായിട്ടും ക്ഷണിച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പോകാൻ പറ്റിയില്ല, ആൾക്കും പോകാൻ പറ്റിയില്ല. തെറ്റാണ്, ഏറ്റിട്ട്. പക്ഷെ സാങ്കേതിക ചില പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. മാത്രമല്ല, ഒരു 5 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടം സമാപിച്ച് ഞാൻ തിരുവനന്തപുരം കോവളം ലീലയിലാണ് എൻ്റെ ഓർമ്മ. ഒരു പെൺകുട്ടിയെ ഒരു കടലാസുമായിട്ട്, ഒരു ലെറ്ററുമായിട്ടാണ് ആൾ അയച്ചത്. ഈ 5 ലക്ഷത്തിൻ്റെ കഥ പിന്നീടാണ് സ്റ്റാഫ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഇങ്ങനെ ഒരു കടലാസ് തന്ന് ആളെയും വിട്ടിരുന്നല്ലോ, 5 ലക്ഷത്തിൻ്റെ കഥ. അത് ഇതുവരെ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞത്, ആദ്യമൊക്കെ പറഞ്ഞത്, 1 രൂപ ഞാൻ ആളെ ഇത് വാങ്ങിച്ചിട്ടില്ല, എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു. ഇന്നാളൊരു സമയത്ത് പറയുകയുണ്ടായി, 1 ലക്ഷം രൂപയോ മറ്റോ തന്നിട്ടുണ്ട് എന്നാ തോന്നണേ എന്ന് പറഞ്ഞു. അത്രയുണ്ട്. അത് നാള് 5 ലക്ഷം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് കൊടുത്തിട്ടില്ല. ഞാൻ പോയില്ല, കൊടുത്തില്ല. അതല്ലാതെ ഒരു പൈസ എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലേഡി എൻ്റെ അടുത്ത് വന്നിരുന്നു, 5 ലക്ഷം സ്പോൺസർഷിപ്പും അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തോ അന്ന് ചോദിച്ച പോലെ തോന്നുന്നു എന്ന് പറയുമായിരിക്കും, ചിലപ്പോൾ അത് നിഷേധിക്കുമായിരിക്കും. അത് ആള് തീരുമാനിക്കേണ്ടത്, നിഷേധിക്കണം. പക്ഷെ ഇതുവരെ 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഈ മാറ്റി പറയുമെന്ന് നമുക്ക് നോക്കാം. ഇത് പെട്ടെന്ന് നാളെ സ്റ്റാഫ് ഓർമ്മിപ്പിച്ചു, സാറേ ആ പെണ്ണ് വന്നിട്ട് ഒരു കടലാസുമായി വന്നില്ലേ, നമുക്കത് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും ഓർത്ത് വെച്ച് പറയില്ല, എൻ്റെ പണി ഇതല്ലല്ലോ. പിന്നെ സാജൻ പറയുന്നു, ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് ബോച്ചയുടെ മറുപടി കാണാനില്ല, ബോച്ചെ വരില്ല എന്ന് ആളെന്നെ അങ്ങ് പറയാം. മിഞ്ഞാന്നൊരു വീഡിയോ ആളിട്ടു, ഇന്നൊരു വീഡിയോ ഇട്ടു. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ മറുപടി കൊടുക്കുമ്പോൾ 1 ആഴ്ച എടുക്കും, 2 ആഴ്ച എടുക്കും, എൻ്റെ ഒരു മൂഡ് അനുസരിച്ച്. കാരണം എൻ്റെ പണി ഇതല്ലല്ലോ. എനിക്ക് ബിസിനസ് ചെയ്യണം. ഐ ആം എ ബിസിനസ് മാൻ, സ്പോർട്സ്മാൻ, സോഷ്യൽ വർക്കർ, എൻ്റർടൈനർ, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. 100-300ഓളം സ്ഥാപനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അതിന് 10,000-ങ്ങളും ലക്ഷങ്ങളൊക്കെ കിട്ടിയത് അവിടെ വെച്ചിട്ട് തന്നെ പാവപ്പെട്ടവർക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സഹായം നൽകും. 10 പൈസ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. സ്വന്തം വണ്ടി അയച്ചാലും വേണ്ടാന്ന് പറയും, അല്ലെ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട, സ്വന്തം ചെലവിൽ പോയിട്ട് ഞാൻ ഉദ്ഘാടനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിരക്കായതുകൊണ്ട് പലതും കുറവാണ് ചെയ്യുന്നത്, ഞാൻ എല്ലാം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ വേണം മിസ്റ്റർ സാജന് മറുപടി കൊടുക്കാൻ. എൻ്റെ പണി ഇതല്ല. സാജന് 10-40 ചാനലും 150 വാർത്തയും വ്യാജ വാർത്തകളും ചമച്ച് മാസം 50 ലക്ഷം 1 കോടി ഉണ്ടാക്കാം. നിങ്ങളുടെ പണി ഉപജീവനം അതാ. എൻ്റെ പണി ഇതല്ല. ഞാൻ ഇതൊന്നും ഉണ്ടാക്കണമല്ല. നിങ്ങൾ
ഒരു ജേർണലിസ്റ്റാണെന്നാണ് പറയണത്, ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾ തന്നെ പറയണു. ജേർണലിസ്റ്റും പക്ഷേ നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ ജേർണലിസ്റ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ന്യായമായ വാർത്തകൾ എഴുതി അവർക്ക് ന്യായമായ വരുമാനം, കുടുംബം ജീവിച്ചു പോകുന്ന അവസ്ഥകളെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. കോടികൾ ഉണ്ടാക്കുന്ന ജേർണലിസ്റ്റ്, അതിന് ജേർണലിസ്റ്റ് എന്നല്ല പറയാ, ഒരു ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയാണ് അല്ലേ? ഇത് ഇൻഡസ്ട്രിയാണ്. അത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇത് വ്യാജ ഫാക്ടറി ആകുമ്പോഴാണ് ഞാൻ അതിന് അഭിപ്രായക്കുറവുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് സൗകര്യമുള്ള എപ്പോഴും ഇടുള്ളൂ. കാരണം മാത്രമല്ല, നിങ്ങൾക്ക് ന്യൂസ് കൊടുത്തിട്ട് എന്നെ കൊണ്ട് മറുപടി കൊടിയിപ്പിച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കണമല്ലോ, എന്നെക്കുറിച്ചും യൂസഫ് അലിയെ കുറിച്ച് ഇതുപോലെയുള്ള ആൾക്കാരെ കുറിച്ച്. അതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പ് വന്നപ്പോഴേക്കും ആളെന്നെ തീരുമാനിച്ചു. ബോച്ചെ പേടിച്ചു. ബോച്ചെ പറഞ്ഞപ്പോഴും ഷാജൻ സമയം എടുത്തില്ലേ മറുപടി തരാൻ? ഒരാഴ്ച സമയം എടുത്തിട്ടാണ് അത്ര എടുത്തില്ലല്ലോ. അതെ അതെ. അല്ല, അത് ഞാൻ ചിലപ്പോൾ സമയം എടുക്കും. എൻ്റെ മൂഡ് അല്ല, എൻ്റെ പണി ഇതല്ലോ, എൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കും, ചിലപ്പോൾ 2-3 ആഴ്ച എടുക്കും. കൊടുക്കാറുണ്ട് എല്ലാത്തിനും, മനസ്സിലായില്ല? അല്ല, ഇന്നിപ്പോൾ വന്ന വീഡിയോയ്ക്കകത്തും കുറേ ആരോപണങ്ങളുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ. അതെ, ഒരു ഓട്ടോറിക്ഷക്കാരനെ പറ്റിച്ചു എന്ന് പറഞ്ഞ് 150 പ്രാവശ്യം ഇടുന്നു. ഇത് അതിങ്ങനെ കാണിക്കും. വായിക്കാനോ എന്താ കഥ എന്നൊന്നും അതിലില്ല, ഇങ്ങനെ കാണിക്കും. 10-20 വർഷം, 20-25 വർഷം മുമ്പ് കോഴിക്കോട് ഉള്ള ജ്യോതീന്ദ്രൻ എന്നോ മറ്റാണ് പേര്, സ്വർണം വാങ്ങിയിട്ട് എന്തോ ഇടപാട് അന്നുണ്ടായിട്ട് അദ്ദേഹം ആളുടെ പൈസ തിരിച്ചടച്ചു. 5000 രൂപ കുറവുണ്ട്, തിരിച്ചടയ്ക്കാൻ ഇല്ല. അപ്പോൾ അയാളെ ചെക്കും ഡോക്യുമെൻറ്റുകളൊക്കെ തിരിച്ചു വെച്ചു. സ്റ്റാഫ് അത് കൊടുത്തില്ല. കാരണം സ്റ്റാഫിനെ കൊടുക്കാൻ അധികാരമില്ല. അതെ, വേണമെങ്കിൽ 5000 രൂപയല്ലേ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. പക്ഷെ അവർ കൊടുത്തില്ല. അവർ പറഞ്ഞു, ബോബി ചെമ്മണ്ണൂരിനോട് ചോദിച്ചിട്ടേ ഞങ്ങൾക്ക് തരാൻ അധികാരമുള്ളൂ. അന്നത്തെ കാലത്ത് 5000 എന്ന് പറഞ്ഞാൽ കുറച്ച് വിലയുണ്ട്. 20-25 വർഷം അവർക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അറിവിൽ പിന്നീടാണ് ഇത് വരുന്നത്. എൻ്റെ അറിവിൽ വന്നപ്പോൾ ഞാൻ സാറിൽ 5000 ഡിസ്കൗണ്ട് കൊടുക്കാൻ ആൾക്ക് കൊടുക്കും. ഇതൊക്കെ കൊടുക്കേണ്ടതല്ലേ, ഇതൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കണോ എന്നൊക്കെ പറഞ്ഞു. സ്റ്റാഫ് ആ നിലപാടെടുത്തു. സ്റ്റാഫിനും പല ഉത്തരവാദിത്ത കുറവുകളും വീഴ്ചകളൊക്കെ ചില സമയത്ത് വരാം, കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ വിട്ടുകൊടുത്തു. ഈ വ്യക്തിയുടെ ഭാര്യ ടെറസിന്ന് വീണിട്ട് നട്ടെല്ലൊക്കെ പൊട്ടി 2-3 പ്രാവശ്യം ഞാനാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഫണ്ട് കൊടുത്തത്. അതുപോലെ ഇപ്പോൾ ആളുടെ മകൻ്റെ ജോലി, പല കാര്യങ്ങൾക്ക് ഇയാളെ സഹായിക്കുന്നതാണ്. അദ്ദേഹം എൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ അപ്പോഴേക്കും ഇതെടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം അയാളെ പറ്റിച്ചു. അയാൾക്ക് പരാതിയില്ല. അയാൾക്ക് പരാതി മാത്രമല്ല, അയാൾ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞിരിക്കുകയാണ്, എന്നെയും കൂടെ ഒന്ന് സാജന്റെ അടുത്ത് പോകുമ്പോൾ കൊണ്ടുപോകണം സ്റ്റുഡിയോയിലേക്ക്, സത്യസന്ധമായി എന്തുണ്ടായെന്ന് ഞാൻ പറയാം. ഇയാൾ കുറേ അതിലിട്ടിട്ട് ഇങ്ങനെ ഇത് വളച്ചൊടിച്ച് വാർത്തകളാക്കണേ. എന്നെ ഒരാളും പറ്റിച്ചിട്ടില്ല. ഉണ്ടായ സ്ഥിതി ഇതാണ്. അത് ഞാൻ അവിടെ പറയാം. എന്നെ എത്രയോ സഹായിച്ചിരിക്കുന്നു ഇദ്ദേഹം. അതൊക്കെ അവിടെ വിളിച്ചു പറയാൻ അയാൾ തയ്യാറാ. അത് എൻ്റെ കൂടെയും വരും. പക്ഷെ ആള് സമ്മതിക്കുമെന്ന് അറിയില്ല. സമ്മതിക്കുന്നേ കൂട്ടിക്കൊണ്ടുവരും. അത് ചോദിക്കും ഞാൻ. അപ്പോൾ ജനങ്ങൾ കാണട്ടെ, ഇയാളെയാണ് പറ്റിച്ചോ എന്ന് പറഞ്ഞ് 150 പ്രാവശ്യം കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളെ പറ്റിച്ചോ ഇല്ലെന്ന് അയാൾ പറയട്ടെ, വ്യാജ വാർത്തയാണോ അല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടിട്ട് ചെറിയ സാധനങ്ങൾ അത് ഇതൊക്കെ കാണിച്ചിട്ട് ഭയങ്കര തട്ടിപ്പ്, ബോബി ചെമ്മണ്ണൂർ ഭയങ്കര തട്ടിപ്പ്. എന്ത് തട്ടിപ്പാ? തട്ടിക്കപ്പെട്ട ഒരാളെ കൊണ്ടുവരാൻ പറ്റണ്ടേ? ഈ ജാതി പരിപാടികൾ 25 വർഷം മുമ്പ് 5000 രൂപ ഈ വിഷയം ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പരിപാടികൾ. അല്ല, നമുക്ക് ഇന്ന് വേണേൽ ചോദിക്കാം. ആളുടെ ഉദ്ദേശം ബോച്ചയ്ക്ക് ഇന്ന് വേണേൽ ചോദിക്കാം, ഈ ഓട്ടോറിക്ഷക്കാരനെ കൂടെ കൊണ്ടുവന്നാൽ അയാളെ ലൈവിന് ഇരുത്തുമോ എന്ന് ഞാൻ ചോദിച്ചല്ലോ. ലൈവിന് ഇരുത്തുമോ? അതേ ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ മറുപടി വരട്ടെ അല്ലേ? അതിന്റെ മറുപടി വരട്ടെ. ഉണ്ടെങ്കിൽ അയാളും കൂട്ടിയിട്ട് വരും. അയാള് സുഖമില്ലാണ്ടിരിക്കുക, ഒരു ഭാഗം കുഴഞ്ഞിട്ട് കിടപ്പിലാണ്. എന്നാ പോലും ഞാൻ വരാം ബോച്ചെ, ഞാൻ വേണേ വണ്ടിയിൽ ആംബുലൻസിൽ എടുത്തിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ലിവിംഗ് ഡോക്യുമെന്റ് ആണ്. ലിവിംഗ് ഡോക്യുമെന്റ്. ആള് സംസാരിക്കട്ടെ, എന്നിട്ട് കാണിക്കട്ടെ. എത്രയോ പ്രാവശ്യം ഈ സാധനം ഇങ്ങനെ കാണിക്കും, ഇങ്ങനത്തെ ചെറിയ സാധനം കാണിക്കും, എന്നിട്ട് അത് വായിക്കാൻ നേരം കൊടുക്കില്ല. ഇങ്ങനെ കാണിക്കുമ്പോഴേക്ക് ഓടിച്ചോടും. ഒരുപാട് കേസുകൾ. എന്ത് കേസ് എനിക്കെതിരെ ഇന്ന് വരെ എന്തെങ്കിലും തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടായി 34 വർഷമായിട്ട്. ഇത് 2-3 ഈ തട്ടിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊക്കെ തട്ടിപ്പ് ഇന്ന് 2 തട്ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിജി കാർട്ടൽ തട്ടിപ്പാണ്, ഈ തേയില തട്ടിപ്പാണ്, ലോട്ടറി വകുപ്പ് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഫിജി കാർട്ട് തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഫിജി കാർഡിന്റെ
3000 പേരോളം അങ്ങോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫിജി കാട്ടിൽ ഈ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. സാജൻ പൂട്ടുമോ വ്യാജ വാർത്തയാണെങ്കിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാജൻ പൂട്ടണോ മാപ്പ് പറഞ്ഞാൽ പോരായെന്നൊക്കെയുള്ള ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ്, നിങ്ങൾ ഈ ആരാധകരും ഫിജി കാട്ടിലുള്ളവരൊക്കെ അനുഭവിക്കും, നിങ്ങൾക്കൊക്കെ കാശ് പോകുന്നു. എന്ത് കാശ് പോകാൻ? ഫിജി കാട്ടിൽ 1 ലക്ഷത്തോളം അഫിലേറ്റ്സ് ഉണ്ട്. അതിൽ എത്രയോ ആയിരക്കണക്കിന് ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട്, ചിലർക്ക് പാർട്ടായിട്ടുള്ളൂ. എത്രയോ ആയിരക്കണക്കിന് പേർക്ക് 1 കോടി 50 ലക്ഷം കാറ് വീട് എന്തെല്ലാം നേടിയവരുണ്ട്. പലരും വർക്ക് ചെയ്യില്ല. 1400 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ട് 2 മാസം കഴിയുമ്പോൾ എനിക്ക് 50 ലക്ഷം കിട്ടിയില്ല, 5 ലക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞു. കിട്ടില്ല. പണിയെടുത്ത് ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവർക്ക് കാശ് കിട്ടും. അങ്ങനെ എത്രയോ 1000 പേരാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ തട്ടിക്കപ്പെടുന്ന പറഞ്ഞാൽ അവർക്ക് എന്താ അവരേന്ന് കാശൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അവർക്ക് ബിസിനസ് പ്ലാറ്റ്ഫോം കൊടുത്തു, പ്രോഡക്റ്റ് കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, സോഫ്റ്റ്വെയർ കൊടുക്കുന്നു. ഫിജി കാർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫിജി കാർട്ടിൽ വന്ന് നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് അത് വിപണനം ചെയ്യാം. ആ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ്. പഴയ ബോഡി കെയർ എന്നൊക്കെ പറയുന്ന പോലെ ആംവേക്ക് ഇന്റർനാഷണൽ ആണ്, വേൾഡ് വൈഡ് ആണ്. 50,000 കോടിയൊക്കെയാണ് അവരുടെ ഓരോ വർഷത്തെ ആസ്തി തന്നെ, ഓരോ വർഷം. അപ്പോൾ അതുപോലെ അത് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ പങ്കാളികളാകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഭംഗിയായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. ചിലവർക്ക് കാശ് കിട്ടില്ല, പണിയെടുത്തില്ലെങ്കിൽ കിട്ടില്ല, കാശ് പോവും. പണിയെടുക്കുന്ന പോലെ പൈസ കിട്ടും. അപ്പോൾ അവർ ഏതെങ്കിലും മഞ്ഞ ഇതുപോലത്തെ ചാനലിൽ വിളിച്ചിട്ട് അവിടെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് കാശ് കിട്ടിയോ? ഇല്ല. എത്ര പോയി? എൻ്റെ 1500 പോയി, 5000 പോയി, 10000 പോയി. പണിയെടുത്താലേ കിട്ടുള്ളൂ. കാശ് മുടക്കി പ്രോഡക്റ്റ് കിട്ടി, പിന്നെ അവിടെ നിന്നൊന്നും ചെയ്തില്ല. തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ പിന്നെ ചിലവരൊക്കെ റോങ് സെല്ലിങ് നടത്തും. നമ്മൾ കമ്പനി പറയുന്നില്ല. ഇപ്പോൾ 1390 രൂപയ്ക്ക് ഒരു കിറ്റുണ്ട് ഫിജി കാർട്ടിൽ. അതിൽ ഷാമ്പു, സോപ്പ് എന്നീ തുടങ്ങി 6-7 തരം ഐറ്റംസ് ഉണ്ട്. 1400 രൂപ വില വരുന്ന ഈ കിറ്റിൽ 30 ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കിറ്റിൻ്റെ അത്ര തന്നെ വില വരുന്ന ടിക്കറ്റ് അതിലുണ്ട്. പക്ഷെ ടിക്കറ്റ് ഫ്രീ ആണ്. മനസ്സിലായില്ലേ? ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ചിലവരെന്ത് ചെയ്യും? ഈ കിറ്റ് തമിഴ്നാട്ടിലും കേരളത്തിലും കൊണ്ട് 2000 രൂപയ്ക്ക് വിൽക്കും. മനസ്സിലായില്ലേ? അപ്പോഴും ആൾക്കാർ കാണുന്നത്, ഇപ്പോൾ കേരള ബൈക്കുറി എടുക്കുകയാണെങ്കിൽ ടിക്കറ്റിന് 40 രൂപയാണ്. ഇപ്പോൾ 30 ടിക്കറ്റിന് 3, 4, 12, 1200 രൂപയായി. അപ്പോൾ 1400 രൂപയുടെ കിറ്റും 1200 ടിക്കറ്റും 2600 രൂപയുടെ സംഭവമായി. അപ്പോൾ 2000 രൂപയ്ക്ക് വാങ്ങിയാലും ലാഭമാണ്. ഇങ്ങനെയൊക്കെ ബ്ലാക്കിൽ വിൽപ്പന അത് ഇതൊക്കെ നടക്കുന്നതായിട്ട് അറിഞ്ഞു. 2 പേര് ചെയ്തതിന് നടപടി എടുത്തു. അറിഞ്ഞാൽ നടപടി എടുക്കും. അതൊന്നും നമ്മൾ പറയില്ല, നമ്മൾ അനുവദിക്കില്ല. സ്റ്റാഫ് നമ്മുടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി പിന്നെ ഈ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ ഉത്തരവാദി. ഇത് വ്യാജ ലോട്ടറി ആണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. വ്യാജ ലോട്ടറി ആവണം എങ്ങനെയാ? അത് ഞാൻ എൻ്റെ വീഡിയോയിൽ കോടതിയുടെ ഓർഡർ ഇടുന്നുണ്ട്. വയനാട്ടിൽ ബോച്ചെ ടി ലക്കി ഡ്രോയ്ക്കെതിരെ കേസെടുത്തു പോലീസ്, FIR. കോടതിയിൽ ഞാൻ പോയി മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അപ്പോൾ തന്നെ തന്നു. എന്നിട്ട് അതിലൊരു ഓർഡർ ഉണ്ട്. അതിൽ പറയുന്നത് ലോട്ടറീസ് ആക്ട് സെക്ഷൻ 2B പ്രകാരം ബോച്ചെ ചെയ്യുന്നത് ലോട്ടറി അല്ല. ലോട്ടറി മീൻസ് ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതാണ് ലോട്ടറി. ബോച്ചെ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നില്ല. ആള് സെയിൽസ് പ്രൊമോഷനാണ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൻ്റെ ഒപ്പം കാറ്, സ്വർണം, ക്യാഷ് ഇതൊക്കെ കൊടുക്കാം ഫ്രീ ആയിട്ട്. എല്ലാവരും ചെയ്യുന്നു. എത്രയോ പേര് കേരളത്തിൽ ചെയ്യുന്നു, ലോകത്ത് ചെയ്യുന്നു. നിയമപരമായിട്ട് അത് തെറ്റല്ല എന്ന കോടതി വിധിയുണ്ട്. അതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളെടുത്ത് കാണിക്കില്ലല്ലോ, നല്ല ഭാഗങ്ങളൊന്നും. ആൾ പറയാം അത് കോടതി പറഞ്ഞാലും പറയാം അത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, മൊത്തം വെട്ടിപ്പാണ്. ഞാൻ ചെയ്യുന്നത് മിസ്റ്റർ യൂസഫ് അലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകാർ ആരൊക്കെയാണോ അധ്വാനിച്ച് വളർന്നു വന്നവർ, അവരൊന്നും ശരിയല്ല. വ്യാജവാർത്ത ഉണ്ടാക്കി കോടികൾ കൊയ്യുന്ന മിസ്റ്റർ സാജൻ സ്കറിയയാണ് ഉത്തമ മാതൃക ജേർണലിസ്റ്റ് എന്ന് സ്വയം ആൾ തന്നെ പറയുകയാണ്.
ഒരുപാട് പരാതികൾ ഇങ്ങനെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ലോകമാണ് ഇപ്പോൾ. പക്ഷേ പല മാധ്യമങ്ങളെക്കുറിച്ചും ഇത്തരം ഒരുപാട് ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയുന്ന പരാതികൾ പല സ്ഥാപനങ്ങളെക്കുറിച്ചും പല വ്യക്തികളെക്കുറിച്ചും ഇപ്പം ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒക്കെ വരുന്നുണ്ട് ബ്ലാക്ക് മെയിലിംഗ് എന്നത്. അതൊരു കൾച്ചറായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന് വേറെ അധ്വാനമൊന്നും ഇല്ലല്ലോ. ഒരു ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞാൽ മൂലധനം വേണം, ബ്രാൻഡ് വേണം, ക്രെഡിബിലിറ്റി, സത്യസന്ധത, വർഷങ്ങളെടുത്ത് പാരമ്പര്യമായിട്ട് അധ്വാനിച്ചു വരുന്നതാണ് ഇതൊക്കെ. ജനങ്ങൾക്കറിയാം ഞാൻ ആരാണ്, ഈ ചെമ്മണ്ണൂർ ഇതെന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്കറിയാം. ഇതങ്ങനെയില്ലല്ലോ. ഒരു ഇടിമിന്നലിന് കൂണും പൊട്ടി മുളയ്ക്കുന്ന പോലെ ഒരു സ്ക്രീനും ഒരു AC റൂമും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇഷ്ടമുള്ളത് വിളിച്ചു പറയാം ആരെക്കുറിച്ചും. ഇപ്പം എന്താ യൂസഫ് അലിയെ കുറിച്ചിട്ട് പറഞ്ഞു, അറസ്റ്റ് വന്നപ്പോൾ ഓടി ഒളിച്ചില്ലേ, മുങ്ങി, കേസുകൾ നടക്കുന്നു, ഇപ്പം മിണ്ടുന്നില്ല. അപ്പോൾ എൻ്റെ ലീഗൽ അഡ്വൈസർ ഇതൊക്കെ കാണുമ്പോൾ വിളിച്ച് പറയും, ബോച്ചേ നിങ്ങൾക്ക് വേറെ പണിയില്ല, അയാൾക്ക് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതിനൊക്കെ മറുപടി പറയണോ? ജനങ്ങളെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ചെമ്മണ്ണൂർ എന്താണ്, ബോച്ച എന്താണ്, എന്താണെന്നൊക്കെ അറിയില്ലേ? വല്ല കേസ് കൊടുക്കുക, ഞാനൊരു 100 കോടി വാങ്ങിച്ചു തരാം, നഷ്ടപരിഹാരത്തിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക. അയാൾക്ക് അറസ്റ്റ് കിട്ടാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അയാൾ ഇതുവരെ പറഞ്ഞതിൽ പലതിലും ഉണ്ട്. ഒരറസ്റ്റും നഷ്ടപരിഹാരം മിസ്റ്റർ യൂസഫ് അലിക്കെതിരെ നിർത്തിയ പോലെ അയാൾ അവിടെ നിർത്തും, പത്തി മുളച്ചിട്ട്. നമ്മൾ അങ്ങനെ ആണ് ചെയ്യേണ്ടത്. വേറൊരു ഓണർമാർ ഇതുപോലെ മറുപടി പറയാൻ പോകുന്നില്ല. അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. 2 കാര്യമുണ്ട്, അതിലൊരു ബുദ്ധിയുണ്ട്. ഒന്ന്, ഞാൻ കഴിയാവുന്ന കേസും കൂട്ടത്തിനൊന്നും പോവാറില്ല. എൻ്റെ മുദ്രാവാക്യം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക. കേസ് കൂട്ടം വൈരാഗ്യമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വിഷം കയറും. അസ്വസ്ഥതകൾ, സമാധാനമില്ലായ്മ, കേസ്, വൈരാഗ്യം, കോടതിയായിട്ട് ഇങ്ങനെ നമ്മുടെ നല്ല സമയം കാശും ചിലവാക്കി കോടതിയായിട്ട് പിന്നാലെ പോകണം. അപ്പം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ ഒക്കെ മാറിപ്പോവും. ഇത് വൈരാഗ്യം വന്നാൽ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യില്ല. അതാണ്. കഴിയാവുന്ന ശ്രമിക്കും. പിന്നെ തീരെ പറ്റാതെ വരിക, അങ്ങേറ്റം വരുമ്പോഴാണ് പോലീസും കേസിലേക്കൊക്കെ പോവുക. അങ്ങേറ്റം എത്തിയോ? ഇതുവരെ ഞാൻ തരില്ല. പിന്നെ വേറൊരു ഗുണമുണ്ട്, നമ്മൾ ഈ പരസ്യം ചെയ്ത അത്ര ആളെ കിട്ടില്ല വ്യൂവേഴ്സിനെ. ഈ ഇങ്ങനെ പറയുമ്പോൾ, വിവാദങ്ങൾ പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇത് കാണും, ഭയങ്കര റീച്ചല്ലേ, ലക്ഷങ്ങളല്ലേ, മില്യൺ കണക്കിന് ആൾക്കാർ കാണുക. അപ്പൊ എനിക്ക് ഗുണമുണ്ട്. അപ്പൊ കറക്കണ പശുവിനെ കൊല്ലില്ല ആരും എന്നോർത്തുള്ള ഒരു ഇതും, പിന്നെ ഈ കേസും കൂട്ടായി പോണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കഴിയാവുന്നു. ഇനി എൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, എനിക്കെതിരെ വരുന്ന എതിരാളിക്ക് സന്തോഷമായിരിക്കും ഞാൻ കേസ് കൊടുത്താൽ. കാരണം ഞാൻ ജയിച്ചാൽ അവസാനം ഇതൊക്കെ വിട്ടുകൊടുക്കും. ഇപ്പോൾ ഒരു ചരിത്രമായൊരു ന്യൂസ്, ചിലപ്പോൾ നിങ്ങളാവും ആദ്യം നിങ്ങൾക്ക് ഇത് കിട്ടണത്. നിലമ്പൂര് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, ഞാനൊരാളായിട്ട്. അയാളുടെ പേര് പോലും ഞാൻ ഇവിടെ പറയുന്നില്ല, എനിക്ക് വേണമെങ്കിൽ പറയാം, വൈരാഗ്യം ഞാൻ ക്ഷമിച്ച അയാളോട്. ബിസിനസ് ചെയ്തു. അദ്ദേഹം അയാളുടെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ സ്വർണം കടം കൊടുക്കും, തിരിച്ചടക്കലില്ല. തിരിച്ച് പൈസ അയാൾ വാങ്ങണ്ടെന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ കടയിലേക്ക് വരുന്നില്ല. വാങ്ങിയോ വാങ്ങാതെ ഇരിക്കും, എന്തായാലും കടയിൽ വരുന്നില്ല. അങ്ങനെ ഒരു നിലയ്ക്ക് ഒത്തു പോവാണ്ട് നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞു. ആ കട പൂട്ടി. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കട തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങി. പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അയാൾ സ്നേഹത്തിലാണ്, ഒരു 35 ലക്ഷം ഞാൻ പിന്നെ തരാം. ശരി, എന്നാൽ അങ്ങനെയെങ്കിലും പിരിഞ്ഞു പോട്ടെ സ്നേഹത്തിൽ. ഈ 35 ലക്ഷത്തിൻ്റെ ചെക്ക് എനിക്ക് തന്നു, തരാം. സമയത്ത് തരുന്നില്ല. നമ്മൾ ഫയൽ ചെയ്തു, കേസ് കൊടുത്തു. കോടതിയിലെത്തിയപ്പോൾ ഇയാൾ വാദിച്ചത് എന്താണെന്നറിയാം, വക്കീൽ. ഞാനിങ്ങനെ 35 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുത്തിട്ടില്ല. ബോച്ച് എൻ്റെ വീട് പൊളിച്ച് കടന്ന്, അളമാര പൊളിച്ച് കടന്ന്, ബ്ലാങ്ക് ചെക്ക് എടുത്ത് കൊണ്ടുപോയി കള്ളപ്പൊട്ട് എടുത്ത ഇതാണ് ഈ ചെക്ക് എന്നാണ്. കോടതിയിലുള്ളവർ ചിരിക്കാണ്ട് നിൽക്കുമോ? അപ്പോൾ എനിക്കുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ, എന്നൊരു നിലവാരമില്ലാത്ത കള്ളനാക്കിയില്ലേ. വഴിയിൽ കുത്തിന് പിടിച്ചിട്ട് എടുക്കടാ ചെക്ക്, ഒപ്പിടറാ 2 കൊടുത്തിട്ട് വാങ്ങി എന്ന് പറഞ്ഞൊരു അന്തസ്സുണ്ടായി. ഭയങ്കര നിലവാരം. അങ്ങനെ അതിൻ്റെ കേസ് 6-7 വർഷം കഴിഞ്ഞപ്പോൾ തെളിവുകളൊക്കെ പരിശോധിച്ച് കോടതി എനിക്ക് അനുകൂലമായി, ഞാൻ ജയിച്ചു. 35 ലക്ഷത്തിന് പകരം 70 ലക്ഷം ബോച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. 3 വർഷം ജയില് അദ്ദേഹത്തിന്. ഞാനിത് കേട്ടപ്പോൾ വക്കീലിനോട് പറഞ്ഞു,
എനിക്ക് 35 ലക്ഷം മതി, 70 വേണ്ട. കാരണം എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പല ഗുണങ്ങളും. എല്ലാ ഗുണമൊന്നും കിട്ടിയിട്ടില്ല, അതിൽ ഒരു ഗുണമുണ്ട്. സാമ്പത്തിക മേഖലകളിൽ വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും. വേറൊരാളുടെ പൈസ തിന്നരുത്. നീ തിന്നുന്നതിന് നിൻ്റെ വേർപ്പിൻ്റെ മണം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒരു സാധനം ആൾക്കാരിൽ നിന്ന് വാങ്ങാറില്ല. എന്തിന്, ഒരു ആരാധിക ഒരു കാറ് തന്നിട്ട് പോലും ഞാൻ വാങ്ങിച്ചില്ല ഗിഫ്റ്റായിട്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങില്ല. പിന്നെ കോടതി വിധിച്ചത് എനിക്ക് പലിശയും കാര്യങ്ങളും എല്ലാം കൂടെ അതിൻ്റെ ഒരു നഷ്ടപരിഹാരമായിട്ട് തന്നാണ്, അർഹിക്കുന്നുണ്ട്. എന്നാൽ പോലും വേണ്ട, എനിക്ക് തരാനുള്ള 35 ലക്ഷം മതി. പിന്നെ ആ ജയിൽ 3 മാസം ഒഴിവാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കും. ഞാൻ അതിൽ സന്തോഷം കാണുന്നില്ല, അതിൽ വൈരാഗ്യമില്ല. ബിസിനസ്സിൽ വന്നു, ക്ഷമിക്കുക, പൊറുക്കുക, സ്നേഹം കൊണ്ട് കീഴടക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് 100 കോടി കൊടുത്തിട്ട് ഞാൻ ജയിച്ചിട്ട് കാര്യമില്ല. ഞാൻ കാശ് വാങ്ങില്ല. 100 കോടി കിട്ടിയാലും ഞാൻ വാങ്ങില്ല. അതിൻ്റെ ഒരു പോളിസിയാണ്, എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ അങ്ങനെ പോകണം. ലീഗൽ അഡ്വൈസ് പറയാം, ഞങ്ങൾക്ക് പണിയിൽ ഇങ്ങനെ നിങ്ങളെന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യം എന്നുള്ളതിൻ്റെ ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേസും സംബന്ധമായിട്ടുള്ള. ഈ ബോച്ചെ എന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതിന്റെ ചുരുക്കമല്ലേ? അതെ, ബോബിയുടെ ബോ, ചെമ്മണ്ണൂരിന്റെ ചെ. പക്ഷെ ഞാൻ പറയും ചെ എന്ന് മാത്രം പറയരുത്, ബോ ഒഴിവാക്കിയിട്ട്. അല്ല, ഇപ്പൊ ഇന്ന് ഞാൻ കേട്ട ഷാജന്റെ വീഡിയോയിൽ പറയുന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഈ ചെ അങ്ങയുടേതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നു. അതെ, ചെമ്മണ്ണൂർ അങ്ങയുടെ. അതിപ്പോ ഇന്നാള് കണ്ടു, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മരിച്ചു കിടക്കുമ്പോ ഞാൻ എന്നെ കാണിച്ചു തരുന്നത്, ഞങ്ങള് ചെമ്മണ്ണൂർ ചിത്ലപ്പള്ളി എന്നാണ് വീട്ടും പേര്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇനാശു, എൻ്റെ അപ്പാപ്പൻ, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ദേവസി മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ മകൻ ഒരാളാണ് വർഗീസ് ചെമ്മണ്ണൂർ, ബാംഗ്ലൂർ ബിസിനസ് ചെയ്യുന്ന ആൾ മരിച്ചു. ഇദ്ദേഹം മരിച്ച് തൃശ്ശൂർ വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഡെഡ് ബോഡിയുടെ അടുത്ത്. അപ്പോഴാണ് ഒരാൾ നിന്ന് മൊബൈലിൽ കാണിച്ചു കൊടുക്കുന്നത്, ഡെഡ് ബോഡി ഇവിടെ എടുക്കുക. ആ ഡെഡ് ബോഡി വെച്ചിട്ട് അവിടെ വീഡിയോ ചെയ്തിരിക്കുക. ഇവരാണ് ചെമ്മണ്ണൂർ, ഞാൻ ചെമ്മണ്ണൂരല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മറ്റും പറഞ്ഞിട്ട് ഇതെനിക്ക് കാണിച്ചു തരാം. ഞാൻ അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എൻ്റെ അപ്പാപ്പനും ഇവരുടെ അപ്പനും ചേട്ടനനിയനാണ്, ചെമ്മണ്ണൂർ കുടുംബമാണ്. പക്ഷെ ബിസിനസ് പരമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ബോബി ചെമ്മണ്ണൂർ എന്നോ ബ്രാൻഡും ഇപ്പോൾ ഞാൻ അതുപോലെ ഉപയോഗിക്കുന്നില്ല. കോടതി ബോച്ചെ എന്നാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഞങ്ങൾ മുമ്പ് കേസ് ഉണ്ടായിരുന്നു. ചെമ്മണ്ണൂർ എന്നത് ഞങ്ങളുടെ കസിൻസ് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നു. കുടുംബ പേരായതുകൊണ്ട് ഞങ്ങളും അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ചെമ്മണ്ണൂർ അവർ രജിസ്റ്റർ ചെയ്തു, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തു. അപ്പം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ചോ, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെച്ചു, വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ, ആവശ്യമുള്ളപ്പോൾ തരാം. ഭീമയൊക്കെ അങ്ങനെയല്ലേ? അതെ. പക്ഷേ ഈ പേരിൻ്റെ തർക്കം വന്നപ്പോൾ പിന്നീട് അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെയാണ്, നിങ്ങൾക്ക് ഇതിൽ അവകാശമില്ല. അങ്ങനെ ഞാൻ ഇവിടുത്തെ എറണാകുളം കോടതി, ഹൈക്കോർട്ട്, സുപ്രീം കോടതി വരെ പോയി. ജഡ്ജി പറഞ്ഞു, കാരണം അവിടെ രേഖയില്ലേ, മാമോദീസയും പള്ളിയും കുടുംബം സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലേ, ഒരു ഫാമിലിയാണിത്, നിങ്ങൾക്ക് മാത്രമായിട്ട് പറ്റില്ല, 2 കൂട്ടർക്ക് ഉപയോഗിക്കാം. ഇനി കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഒരാൾ ചെമ്മണ്ണൂരിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടി ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ചെമ്മണ്ണൂരിന് പകരം അന്ന് വരെ ഞാൻ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബോബി ചെമ്മണ്ണൂരിനാക്കി ഞാൻ ഉപയോഗിച്ചു, കോംപ്രമൈസ്. ഇതാണ് ഹിസ്റ്ററി. അപ്പോൾ ചെമ്മണ്ണൂർ അവരൊക്കെ വേറെ, എനിക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അതും വാർത്തയാക്കി, വ്യാജ വാർത്തയാക്കി, മരിച്ചു കിടക്കുകയാണ്, അപ്പോഴേക്കും അത് വാർത്തയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചെമ്മണ്ണൂർ കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി. ഇപ്പം ഞാൻ ബോച്ചെന്നാണ് ബ്രാൻഡാക്കിയത്. പറയുന്നില്ല, അതും പറയുന്നില്ല. ചില ബ്രാൻഡുകളുണ്ട്, കാരണം ഇപ്പോൾ ബോച്ചയാണ് കൂടുതൽ ഫേമസ്, എല്ലാവർക്കും അറിയുന്നത് ബോച്ചയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരവരുടെ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു അകലിച്ച കേസൊക്കെ ഉണ്ടായെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങോട്ടൊക്കെ ചെല്ലും, എല്ലാ കാര്യങ്ങളായിട്ട് അടുപ്പത്തിൽ ജീവിക്കും. അപ്പോൾ ഈ ഓഗസ്റ്റ് 4-നാണോ 5-നാണോ പോകുന്നത്? ഞാൻ 5-ന് പോകാനാണ് താല്പര്യം പറഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ച ആൾക്ക് അസൗകര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, 5-ന് പോവാം. അല്ല, നേരത്തെ അറിയിച്ചാൽ 4-ഉം ഓക്കെയാണ്, ഏത് ഓക്കെയാണെന്ന് പറയുന്നത്. അതൊരു ഔദാര്യമാണ് തരുന്നത്. ആൾക്ക് പള്ളിയിൽ പോകണം, പലതും ചെയ്യാനുണ്ട്, എന്നാൽ പോലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 5 നന്നായി, ആളുടെ സൗകര്യത്തിന് ഞാൻ പോകുന്നു. പക്ഷെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ആയിരിക്കണം. അല്ല, ഞാനാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത്. അത് ന്യായം. ചോദ്യമല്ല ഇവിടെ, ചോദ്യം ഞാനും അല്ല അയാളും അല്ല.
എന്നെക്കുറിച്ച് പറഞ്ഞ വ്യാജ വാർത്തകൾ വ്യാജമാണെന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിച്ചു. ഞാൻ വരാന്ന് പറഞ്ഞു. ലൈവ് വേണമെന്ന് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതിന് ഞാൻ പോകുമ്പോൾ അത് തെളിയിക്കാനുള്ള അവസരമാണ് എനിക്ക് തരേണ്ടത്. ഫസ്റ്റ് എപ്പിസോഡ് അതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ ആൾക്ക് കൊടുക്കാം. അല്ല, ഇത് നല്ല ഓഫറാണ്. ഏതായാലും ബോച്ചെ വരുമോ ഇല്ലയോ എന്ന് ആശങ്ക ഷാജൻ പോവും. ഷാജൻ ഇന്ന് പറയുന്നു വരുന്നില്ല എന്ന് പറയുന്നു. ബോച്ചെ ഏറ്റെടുത്ത് അത് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഷാജൻ മറ്റൊരു സംഭവം ഓർക്കുക. ഈ ഞാൻ ഡെയിലി ഓടുന്നത് വാനോളം പുകഴ്ത്തിയ ആള് ഒരു ദിവസം പറയാ ബോച്ചെ ഓടിയിട്ടൊന്നുമില്ല, ബോച്ചെ കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. ആളെന്നെ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതായത് ദിവസേന ബസ്സിൽ എത്ര പേര് ജോലിക്ക് പോവാ കൈ കാണിച്ചിട്ട് ദിവസം തന്നെ കാണുകയാണ് ഓടുന്നത്. എത്രയോ പേര് ഓരോ അങ്ങാടിയിൽ നിന്ന് തൊട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഓടി നിർത്തിയ സ്ഥലത്ത് വേറെ ക്യാമറ തന്നെ ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സ്പോട്ടിൽ നിന്നാണ് ഓടുന്നത്. അപ്പൊ ക്യാമറ എടുത്താൽ ഫുൾ റെക്കോർഡുണ്ട്. പിന്നെ ഈ ഷൂല് ചിപ്പ് വെച്ചിട്ട് വാച്ചും സാറ്റലൈറ്റ് കണക്ഷനിൽ പോകണം. ഈ റെക്കോർഡ് കിട്ടണമെങ്കിൽ എല്ലാവരും നേരെ പോയിട്ട് വേൾഡ് റെക്കോർഡും ഗിന്നസ് റെക്കോർഡൊക്കെ വാങ്ങിച്ചാൽ പോരെ. ഞാൻ ഓടി അങ്ങനെ കിട്ടുമോ? ഇപ്പൊ പ്രൂഫ് നോക്കിയിട്ടല്ലേ ഇവർ തരണേ. എന്ത് പൊട്ടത്തര പറയണേന്ന് അറിയില്ല. ഈ റെക്കോർഡൊക്കെ വിലയ്ക്ക് വാങ്ങിയതാണ്, പുള്ളി ഓടിയിട്ടില്ല. ഇത്രയും നാട്ടുകാര് കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാം ഡയറക്റ്റുള്ള ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. സാജന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ സാജനെ വിളിക്കുകയാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോലെ റോട്ടിക്കോടെ വീണ്ടും നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓടാം. എന്നിട്ട് സാജന്റെ ആൾക്കാർ അത് കവർ ചെയ്യണം. സാജനും കൂടെ ഓടുണ്ടല്ലോ. ഇനി നാളെ പറയില്ല ബോച്ച ഓടിയില്ല എന്ന് കൂടെ ഉണ്ടല്ലോ സാജൻ. ഇനി പോട്ടെ, സാജന് ഓടാൻ വയ്യാണ്ടാവുമ്പോ ഇടയ്ക്ക് വണ്ടി കയറി ഇരുന്നോട്ടെ. എന്നിട്ട് സാജൻ അത് എടുത്തോണ്ടിരിക്കണം. ഞാൻ ഓടിക്കോളാം, തയ്യാറുണ്ടേ പോന്നോ. അപ്പോഴും വേണമെങ്കിൽ ഒരു ബെറ്റ് വെക്കാം, അടച്ചു പൂട്ടുമോ ഇല്ലയോ. ഞാൻ ഓടിയില്ലെങ്കിൽ ഞാൻ അടച്ചു പൂട്ടാം, സാജൻ ഓടിയില്ലെങ്കിൽ അടച്ചു പൂട്ടട്ടെ. അതൊന്നും വേണ്ട. അതിലിപ്പോൾ ആൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. കാരണം ആൾ AC റൂമിൽ ഇരുന്നിട്ട് ഈ വ്യാജ വാർത്ത വായിക്കുന്ന ആൾക്ക് വിശർപ്പിൻ്റെ സൂക്കേടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇതൊന്നും അറിയില്ല, വിശർപ്പിൻ്റെ മണമൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇനി ഓടാൻ വന്നു അതെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട. വരുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, വെൽക്കം. പക്ഷെ ഞാൻ ഡെയിലി 4-5 കിലോമീറ്റർ ഓടണതാ. എനിക്ക് അധ്വാനമുണ്ട്. ഞാൻ പറമ്പിൽ പണിയെടുക്കും, ചിലപ്പോൾ ഓടും. വിശർപ്പിൻ്റെ മണമുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കും. എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുള്ളതാണത്. അപ്പോൾ അദ്ദേഹത്തിന് അത് സാധിക്കില്ല. എന്നാലും ഒരു വെല്ലുവിളി കൂടെ ഇരുന്നോട്ട് ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ പോരെ നമുക്ക് ഓട്ടം തുടങ്ങാം. ഭയങ്കര സംഭവമായിരിക്കും. സാജനാണെങ്കിൽ എപ്പോഴും റീച്ച് കൂടും. ഓടി എത്തിയാൽ എൻ്റെ കൂടെ ഒരു വേൾഡ് റെക്കോർഡും കൂടി ആയിക്കോട്ടെ. അതെ. ഞാനൊരിപ്പോൾ ആലോചിക്കുകയാണ്, 5-ം തീയതി ഇപ്പോൾ പ്രേക്ഷകര് മറുനാടൻ മലയാളികളുടെ പ്രേക്ഷകർ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരും ഇതിനകത്ത് പെട്ടു. അപ്പൊ രണ്ടും കൂടെ നോക്കുമ്പോൾ 10-60 ലക്ഷം പേരുണ്ട്. അത് ആളുകളുടെ ആകാംക്ഷയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നടക്കാതെ പോയാലോ? നടക്കാതെ ഞാൻ റെഡിയാണ്, പോവാൻ റെഡിയാണ്. പുള്ളി ഇനി എന്താണ് പുള്ളിയുടെ നിലപാടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതും ആവശ്യപ്പെട്ടതും അതേപോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് ഒറ്റ വാക്കുള്ള. ഇനിയിപ്പോൾ അവിടെ പോയി ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഞാനൊരു ഓഫർ അങ്ങോട്ട് തരാം. നിങ്ങൾ രണ്ടുപേരും നമുക്ക് ഒരുമിച്ചിരിക്കാം. ഇവിടെ പിടിച്ചാലും വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞു. എനിക്കിഷ്ടായി. ഞാനൊരു മാർക്കറ്റിംഗ് തുല്യാണ്. അതൊക്കെ മേലെ അല്ല, നമ്മുടെ കാര്യം നടക്കട്ടെ. അല്ല, നല്ലതാ നിങ്ങളൊരു മീഡിയേറ്റർ ആയി. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലൂടുന്നതിന് പകരം മീഡിയേറ്റർ ഉണ്ടാവണത് നല്ലതാ. അത് ഞാൻ ചോദിച്ചു നോക്കാം. അത് പുള്ളി ഒരാളെ സജസ്റ്റ് ചെയ്തു, മനോരമയുടെ ജോൺ, പേര് പെട്ടെന്ന് മറന്നു. ഈസ് റീസണബിൾ. പിന്നെ ഫാൻസിൽ പലരും എൻ്റെ പേജിൽ പറഞ്ഞു, മറ്റേ ശ്രീകണ്ഠൻ നായർ ഒരു ഓപ്ഷൻ പറഞ്ഞു, ജോൺ ബ്രിട്ടാസ്, പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾ റെഡിയാണ്, നോക്കാം. അല്ല, നമ്മളൊരറ്റത്ത് പിടിച്ചുപോയി, അവരാരും പിടിച്ചിട്ടില്ല. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. 1-2 പേര് ഇരിക്കണോണ്ട് കുഴപ്പമില്ല. ഇതൊരു വലിയ ചർച്ചയാക്കി മാറ്റാം. അതെ. അപ്പോൾ ഈ വ്യാജ വാർത്ത എന്ന് പറയുന്നത് മാരകമായ, ഈ സൈനൈഡിനേക്കാളും മാരകമാണ്. ആര് ചെയ്താലും, ഇത് നമ്മൾ ചെയ്താലും അത് തന്നെയാണ്. പിന്നെ ആര് ചെയ്താലും, അതായത് എൻ്റെ ലീഗൽ അഡ്വൈസർ ഇവരൊക്കെ പറയുന്നത് അയാൾക്ക് കാശുണ്ടാക്കുക, റീച്ച്. 2 കൊട്ടേഷൻ. മനസ്സിലായില്ലേ? നമ്മുടെ ഗ്രൂപ്പ് വളരുന്നു. ഞാൻ ഇപ്പം ഒരുപാട് ബിസിനസ്, ഫിജി കാട്ട്, ജ്വല്ലറി, ബോച്ചെ 1000 ഏക്കർ, പിന്നെ ഗാർമെൻറ്റ്സ് ഫാക്ടറി, ഇങ്ങനെ കുറേ ബിസിനസ്സുകളുണ്ട് എനിക്ക്. അപ്പോൾ ഈ ബിസിനസ് എന്താ, ഇപ്പോൾ അംബാനി ആയാലും ടാറ്റ ആയാലും ഒക്കെ എന്താ,
അവരൊക്കെ ഈ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യണേ. അല്ല 5-10 ലക്ഷം ഉള്ളവർക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ബിസിനസ് പ്രാവീണ്യം ഇല്ല. അപ്പോൾ വിശ്വാസമുള്ള ബ്രാൻഡിൽ കൊടുന്നിട്ടിട്ടാണ് ചെയ്യാം. അപ്പോൾ പൈസ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾ ഇന്ത്യ അങ്ങനെ കയറിപ്പോവും. അപ്പോൾ അവിടെ ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് അപ്പുറത്തുനിന്ന് കാശ് വാങ്ങിയിട്ട് ഇപ്പുറത്ത് ഇതുപോലെ പ്രചരിക്കുക. ബോച്ചെ തട്ടിപ്പ് ഏത് 25 വർഷം മുമ്പ് 5000 രൂപയുടെ കഥ പറഞ്ഞ തട്ടിപ്പ് എന്ന് പറയണം. ഇങ്ങനത്തെ അല്ലെങ്കിൽ 600 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ 4 പേർക്ക് വയറിളകി ബോച്ചെ ടോഡി പബ്ബിൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ഭൂലോക തട്ടിപ്പ് ആരാ അതില്ല. അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ എന്താ കേസ് ഏതാണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന ഷെയർ ഹോൾഡർമാർ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ നമുക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് ഓൾ ഇന്ത്യ അങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു തടയിടുക, ഇൻവെസ്റ്റേഴ്സിൽ ഒരു അവിശ്വസ്തത കൊണ്ടുവരിക. തട്ടിപ്പാണ് ബോച്ചെ തട്ടിപ്പ് എന്താ തട്ടിപ്പെന്ന് പറയില്ല, തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുന്ന് കാശ് കിട്ടും, റീച്ച് ആൾക്ക് കിട്ടും, എന്നെ വിറ്റിട്ട് 2 സ്ഥലത്തുനിന്ന് കാശാണ്. ഇതായിരിക്കും ആളുടെ ലക്ഷ്യം ബോച്ചെ എന്ന അഭിപ്രായമാണ് പലരും പറയുന്നത്. ബോച്ചെ ഇതിന്റെ പിന്നാലെ പോയി നേരം കളയരുത് എന്നാണ്. അപ്പോൾ അവർ പറയണേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോവുക, എന്നിട്ട് വ്യാജ വാർത്ത പ്രൂവ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആൾ അടയ്ക്കുമോ എന്ന് നോക്കുക. അടച്ചില്ലെങ്കിൽ കേസിന് പോവുക. ഒരു 100 കോടി ഇതിന് മാനനഷ്ടത്തിനും പിന്നെ മറ്റ് കലാപരിപാടികളുണ്ട്. ആൾ ചെയ്തു വെച്ചിട്ടുള്ള പല അബദ്ധങ്ങളുണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ പ്രൂഫൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഴിയെണ്ണും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഇതാണ് ഫൈനലായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നില്ല. ജീവകാരുണ്യം ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ അല്ലേ ഉള്ളത്. അതെ. അപ്പൊ ഇതൊക്കെയാണ്. അല്ല, ഏതായാലും ഇത് 5-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതെ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. 5-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ പുത്തരിയംഗം ആരോപൽ ചേവകര്. അപ്പോ നമുക്ക് നോക്കാം ഏത് വാളിനാണ് മൂർച്ച കൂടുതൽ എന്ന്. പക്ഷേ ഈ ഇരുമ്പാണിക്ക് പകരം മുളയാണി വെക്കുമായിരിക്കും. മറ്റേ എന്താ ചതിയൻ ചന്തു എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഏതായാലും ബോച്ചെ പറയുന്ന ഒരു കാര്യത്തോട് നമുക്ക് യോജിപ്പാണ്. വ്യാജ വാർത്ത അത് സൈനൈഡിനേക്കാളും മാരകമാണ്. അത് കളവ് പറയുന്നത് ആരായാലും തെറ്റാണ്. അപ്പോൾ ബോച്ചെ പറഞ്ഞാലും ഷാജൻ പറഞ്ഞാലും തെറ്റാണ്. ഞാൻ ആകെ ഭാര്യയോട് മാത്രമേ നുണ പറയാറുള്ളൂ. വേറെ സാമ്പത്തിക മേഖലയിലോ അങ്ങനെ ഇങ്ങനെയൊന്നും യാതൊരു നുണ നമ്മൾ പറയാറില്ല. കാരണം നമ്മൾ അങ്ങനെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ ബ്രാൻഡ് എന്താണെന്നും ബ്രാൻഡ് ഉണ്ടാക്കാത്തതും ഇതുപോലെ വ്യാജ വാർത്ത ഇത് കാശുണ്ടാക്കിയിട്ട് വ്യാജ വാർത്ത ബ്രാൻഡായി മാറി. ആൾക്കും ബ്രാൻഡ് ഉണ്ട്, പക്ഷെ വ്യാജ വാർത്ത ബ്രാൻഡാണെന്ന് ജനങ്ങൾ പലർക്കും അറിയാം, എങ്കിലും അത് തിരിച്ച് പ്രൂവ് ചെയ്യാൻ പോവാ. ഇതൊരു ബ്രാൻഡാണ്, മറുനാടൻ വ്യാജ വാർത്ത ബ്രാൻഡ്. അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഒരു സ്ക്രീനും വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ വില മുതൽ മുടക്ക് എന്താണ്, ഇതിന്റെ കഷ്ടപ്പാട് എന്താണ്, എന്തോരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ച ബ്രാൻഡാണ്. ഇതൊരു പൊട്ടിമുളച്ച് പെട്ടെന്നൊരു സ്ക്രീനുമായിട്ട് ഇറങ്ങി അതൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് വളരെ മാരകമാണ്. അല്ല, ജാഗ്രതയോടെ ചെയ്യേണ്ടതാണ് സമൂഹത്തെ. ആളെ കുറിച്ചിട്ട് ഞാൻ എന്ത് പറഞ്ഞാൽ ആരും എന്ത് പറഞ്ഞാൽ ആൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം ആളുള്ളിൽ പറയും ഞാൻ അതാണല്ലോ. കാരണം എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. കാരണം അല്ല, ആള് സത്യസന്ധമായിട്ട് പറഞ്ഞ ആൾക്ക് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആളാണ്, സംസാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്വന്തം ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ നല്ലൊരു പത്രപ്രവർത്തകനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഒരു ബഹുമാനമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കച്ചവടമായി, ഒരു നിലവാരമില്ലാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും എന്നുള്ള രീതിയിൽ അങ്ങനെ പല കാര്യങ്ങൾ, അത് കുറേ കാര്യങ്ങളൊക്കെ അവിടെ. പക്ഷെ മറ്റാരും അതിൻ്റെ പിന്നാലെ നടന്നതും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ബോച്ചെ ആയിരിക്കാം. ഇപ്പം ഞാനൊരു വ്യക്തിക്കെതിരെയല്ല, പല സ്ഥാപനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ള ഓൺലൈൻ ചാനലുകൾക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ തുനിഞ്ഞിറങ്ങി ആരെങ്കിലും പിന്നാലെ പോകുന്ന ഒരു പക്ഷേ ഇങ്ങനൊരു വെല്ലുവിളി, പരസ്യ വെല്ലുവിളി, ഇങ്ങനെ ചെല്ലാം രേഖകളുമായി നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെന്ന് ഞാൻ രേഖകൾ സഹിതം തെളിയിക്കാൻ 1, 2, 3, 4 ആണെങ്കിൽ അടച്ചുപൂട്ടണം അന്ന് തന്നെ. പിന്നെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് ഇത് കൊണ്ടുവരുത്. പിന്നെ ഞാൻ സ്കീം പറഞ്ഞു, ഞാനൊരു പത്രാധിപനാണ്, എൻ്റെ ഉള്ളിൽ ഒരു പത്രാധിപനുണ്ട്, എനിക്ക് അത്യാവശ്യം എഴുതാം.
ഞാൻ ചലിപ്പിക്കുമ്പോൾ, തൂലിക ചലിപ്പിക്കുമ്പോൾ മഷിയാണ് വരിക, വിഷമല്ല വരിക. എന്നതുകൊണ്ട് ഈ പണി അറിയാം, പക്ഷെ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ആവും പത്രാധിപൻ. അപ്പൊ ഞാൻ അന്ന് വരും പത്രാധിപനായിട്ട്, ചോദ്യങ്ങളുമായിട്ട് രേഖകളുമായിട്ട്. ഇവിടെ രസകരമായ കാര്യം, ഈ വ്യാജ വാർത്ത എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയക്കും കഴിയും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരാൾ എനിക്കെതിരെ പറഞ്ഞത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുഴുവൻ കളവാണ്, അത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ മാധ്യമ സ്ഥാപനത്തിലേക്ക് നെഞ്ചും വിരിച്ച് നടന്നു കയറുന്നത്. അതൊരു മലയാള മാധ്യമ ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. അത് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Conquer the world with love. Love you everybody. You're on Boche. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.